അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മക്കളെക്കുറിച്ചാണ്. എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം നമ്മുടെ മക്കൾ നല്ലവരായി തീരണം, നല്ലവരായിരിക്കണം, ഒരു സമാധാനത്തോടെ ജീവിക്കണം, അവരുടെ ജീവിതം നല്ലതായിരിക്കണം എന്നതാണ്. ആദ്യമൊക്കെ നമ്മൾ പറയുന്നതൊക്കെ കേട്ട് നമ്മുടെ മക്കൾ നല്ല സ്വഭാവത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കുറേ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മക്കളുടെ സ്വഭാവം മാറി വരുമ്പോൾ നമ്മൾ മാതാപിതാക്കളായ നമ്മുടെ മനസ്സിന് ഒരുപാട് വിഷമങ്ങൾ വരാറുണ്ട്. ഇന്നത്തെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ മനസ്സും ചുറ്റുപാടും ഉപയോഗങ്ങൾ എല്ലാം മാറുകയാണ്. പഠനത്തിലും പെരുമാറ്റ രീതിയിലും ശീലങ്ങളിലും മനസ്സിൻ്റെ സമാധാനത്തിലും മക്കൾക്ക് ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉമ്മമാരുടെ ഹൃദയമാണ് ആദ്യം കുലുങ്ങുന്നതുണ്ട്. അവർ നമ്മൾ പറയുന്നത് കേൾക്കാതെയും ചിലപ്പോൾ ദേഷ്യപ്പെടുകയും പഠനത്തിൽ ശ്രദ്ധ കുറയുകയും നല്ല കൂട്ടുകാരെ കിട്ടാത്തതും നല്ല കൂട്ടുകാരുമായി കൂട്ടുകൂടാത്തതും നമ്മളെ എല്ലാവരെയും അലസരപ്പെടുത്തുന്ന കാര്യമാണ്. അതിനെല്ലാം പ്രതിവിധിയാണ് മക്കളുടെ ഹൃദയം ആരുടെയെങ്കിലും കയ്യിലാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അവരുടെ സ്വഭാവം, അവരുടെ ഭാവി, അവരുടെ വഴിത്തിരിവുകൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദയയിൽ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കിടാൻ പോകുന്ന മക്കളുടെ ജീവിതത്തെ സുന്ദരമാക്കാനും ഏറ്റവും ലളിതവും അതീവ ശക്തവുമായ യാത്രയിലെ ഒരു ദിക്ർ. ഈ ദിക്ർ ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേക സമയമൊന്നും വേണ്ട, വലിയ പ്രാർത്ഥനയും വേണ്ട. ഒരു ചെറിയ ഗ്ലാസ് വെള്ളം മാത്രം മതി. അള്ളാഹുവിൻ്റെ 2 മനോഹരമായ നാമങ്ങൾ അത്രമാത്രം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ അള്ളാഹുവിനോടുള്ള മനസ്സിൽ പൂർണ്ണ വിശ്വാസവും മക്കളോടുള്ള സ്നേഹവും അതിൽ ചേർന്നിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് ഫലമുണ്ടാകുള്ളൂ. കുട്ടികൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് ശാന്തമായി ഇരുന്ന് ഈ 2 ദിക്റുകൾ നിശ്ചിത എണ്ണത്തിൽ ചൊല്ലുക. ഒന്നാമത്തെ ദിക്ർ, യാ മുതകബ്ബിർ യാ അല്ലാ, യാ മുതകബ്ബിർ യാ അല്ലാ. ഈ നാമം അള്ളാഹുവിൻ്റെ മഹത്വവും ഉയർച്ചയും സൂചിപ്പിക്കുന്നു. ഈ പേര് പതിവായി പറയുന്നത് മക്കളുടെ മനസ്സ് ബലമായി തീരാൻ, മോശം സ്വഭാവങ്ങൾ മാറാൻ, ദേഷ്യം കുറഞ്ഞ് ശാന്തത വരാൻ, മനസ്സ് സത്യത്തിലേക്ക് നീങ്ങാൻ. യാ മുതകബ്ബിർ യാ അല്ലാ എന്ന് 662 തവണ ചൊല്ലി ഈ വെള്ളത്തിൽ ഊതുക. രണ്ടാമത്തെ ദിക്റായ യാ ലത്തീഫ് യാ അല്ലാ എന്നും 229 തവണ ചൊല്ലുക. യാ ലത്തീഫ് യാ അല്ലാ, യാ ലത്തീഫ് യാ അല്ലാ. ഇത് അള്ളാഹുവിൻ്റെ അതിയായ കാരുണ്യവും മൃദുത്വവും സൂചിപ്പിക്കുന്ന മനോഹരമായ നാമമാണ്. ഈ നാമം ചൊല്ലുന്നത് കൊണ്ട്, ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് നമ്മളുടെ മക്കളുടെ ഹൃദയം സൗമ്യമായി മാറാനും പഠനത്തിലും ശ്രദ്ധയും സമാധാനം വരാനും അനാവശ്യമായ പേടികളൊക്കെ മാറിക്കിട്ടും. കണ്ണേറ്, ദോഷം, അസൂയ എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നതെല്ലാം ഈ ദിക്ർ സഹായമാകിത്തീരും. അത് 129 തവണ ചൊല്ലുക. ഈ 2 ഇസ്മും ചൊല്ലിയ ശേഷം വെള്ളത്തിലേക്ക് 3 തവണ ഊതുക. വെള്ളത്തിലേക്ക് ഊതി കുട്ടികൾ ഉറങ്ങുന്നതിന് മുമ്പ് അത് കുടിക്കാൻ കൊടുക്കുക. മനസ്സ് സ്നേഹത്തോടൊപ്പം പറയണം. എന്നിട്ട് അല്ലാഹുവേ, എൻ്റെ മകനെയും മകളെയും നീ നന്നാക്കണമേ. ഈ അമൽ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസവും സ്നേഹവും തന്നെയാണ് അതിലെ ഏറ്റവും വലിയ ശക്തി. അതനുസരിച്ച് മാത്രം ഫലം കിട്ടും. ഇത് വെള്ളം കുടിക്കാൻ കൊടുത്തതിന് ശേഷം മക്കളുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ ചൊല്ലുക, അള്ളാഹു നിന്നെ നല്ലവനാക്കി തീർക്കട്ടെ, നല്ലവളാക്കി തീർക്കട്ടെ. ഈ വാക്കുകൾ കുട്ടികളുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ കരുണയിലൂടെ ഒരു വലിയ മാറ്റം തന്നെ സൃഷ്ടിക്കും അള്ളാഹു. ഈ ദിക്ർ ചൊല്ലുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ മക്കളുടെ ഹൃദയത്തിലുണ്ടാകും. കുട്ടികളുടെ കോപം കുറയും, സ്വഭാവം മെച്ചപ്പെടും, പഠനത്തിൽ ശ്രദ്ധ ഉയരുകയും ചെയ്യും, മനസ്സിൽ ശാന്തമാകുകയും ദോഷ സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടുകയും ആത്മവിശ്വാസം അവരിലേക്ക് വളരും, നല്ല സുഹൃത്തുക്കളിലേക്ക് വഴിമാറുകയും ചെയ്യും. എല്ലാം അള്ളാഹുവിൻ്റെ കരുണയിൽ മാത്രമാണ്. ഈ അമൽ വളരെ ലളിതമാണ്.
വെറും 5 മിനിറ്റ് മാത്രം എടുത്താൽ മതി. പക്ഷേ എല്ലാ ദിവസവും സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അതിൻ്റെ ഫലം നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മക്കളിലും ജീവിതത്തിലും തീർച്ചയായും കാണിച്ചു തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കാതെ. നിങ്ങളുടെ മക്കളെക്കുറിച്ച് നല്ല ദുആ എപ്പോഴും തുടരുക. അള്ളാഹു അവരെ എല്ലാവരെയും നല്ല വഴിയിലും നല്ല സ്വഭാവത്തിലുമാക്കി നയിക്കട്ടെ. ആമീൻ.